Hello, everyone. We are live now. It's Friday evening. എന്നെ പോലത്തെ കുറെ പേരാണെങ്കിൽ ഇങ്ങനെ വീക്കെൻഡ് കാത്തിരിക്കുവായിരുന്നു. ഞാൻ ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഉടനെ ജോലിക്കും കയറി. So it's like I'm really looking forward to the weekend. But at the same time, when we were discussing within our team, there's so many like people registering onto our websites and wanting to know more about the business. But at the same time, there is this bit of skepticism. Like, ഇതെന്തുവാണ് ഇപ്പൊ നമ്മൾ ഓൺലൈൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സ്കെപ്റ്റിസം നമ്മളുടെ മനസ്സിൽ ഇപ്പം ഞാൻ തന്നെ അത് ആദ്യം കണ്ടപ്പം എൻ്റെ മനസ്സിലും വന്ന ഒരു കാര്യമാണ്. So, and when we are skeptical, we are thinking, how do this business really work? How can I understand about this business before actually I can join the business? But it is a normal question, normal thing to arise in our mind. നമ്മൾ ഇപ്പം പല കാര്യങ്ങളും നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണുന്നുണ്ട്, നമ്മൾ നെറ്റിൽ കാണുന്നുണ്ട്, people are being cheated and things like that, people are losing money. So there is all of that fear in everyone, and that is why it's important, like, we understand what this business is completely about before we decide, okay, whether we need to get into this or not. So tonight we have we are four of us here. നമ്മളുടെ ടീം വലുതാണ്, പക്ഷേ now at the moment we are only four of us here to share this to you. ഈ കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് നമ്മൾ പല ആംഗിളിൽ നമ്മൾ നോക്കും. ഹൗ യു ക്യാൻ നോ മോർ അബൌട്ട് ദിസ് ബിസിനസ്, ലൈക്ക് റിയലി ദ പ്രോസസ്. അതെങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ബിസിനസിനെ കുറിച്ച് അറിഞ്ഞ് ഈ ബിസിനസ്സിൽ കയറാൻ വേണ്ടി, what all things you can do. So that's what we are going to discuss tonight. So just before I start, I just want to introduce myself. I'm Siddhi. I am here from UK. I'm a nurse educator, and I've been in UK for the past 22 years and about 9 months in this business, and really enjoying it and already seeing the results of it, and so excited to share with everyone as well about this business. And honestly, I think it should have been something that I should have known maybe a couple of years ago, and I don't know where would I have been today. But anyway, I am in it now, so I'm so fortunate that I am in it, and I'm really looking forward to growing it into something big and getting all my dreams of my family and myself come true. So that's me. And let's go and see who else is with me. So Sonia, do you want to introduce yourself quickly before we start the topic? Yeah, sure. Hi, ഞാൻ സോനിയ. ഞാൻ കാനഡയിലാണ്. 2 കുട്ടികളും ഹസ്ബൻഡും ആയിട്ട് ഇവിടെ 2 years ആയി. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1.5 years ആയി. നല്ല രീതിയിൽ പോകുന്നു. സിവി പറഞ്ഞ പോലെ കുറച്ച് മുമ്പേ തുടങ്ങിയാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ കാനഡയിൽ വന്നിട്ട് 2 years ആയിട്ടുള്ളൂ. അപ്പൊ ഇതിനെപ്പറ്റി ആലോചിക്കാൻ എനിക്ക് കിട്ടുന്ന ടൈമിൽ ഞാൻ ഗ്രാബ് ചെയ്തൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വിച്ച് വാസ് എ വെരി ഗുഡ് ഡിസിഷൻ, ദ റൈറ്റ് ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇപ്പോ ഒരു മെന്ററാണ്. യെസ്. Great. What about you, Preeti? ഹായ് ഓൾ, എൻ്റെ പേര് പ്രീതി ഷിജോ. ഞാനിവിടെ കാനഡയിലെ ബ്രാംപ്ടണിലാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ കൂടെ സിബി മാത്രമാണ് UK എന്നുള്ളത്. ഞങ്ങൾ എല്ലാവരും കാനഡക്കാരാണ് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. ബൈ ദ വേ, ഞാനിവിടെ ഫാമിലി ആയിട്ട് ഓൾമോസ്റ്റ് 8 years ആകുന്നു കാനഡയിലായിട്ട്. എൻ്റെ ഹസ്ബൻഡ് ട്രക്ക് ഡ്രൈവറാണ്. എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് അധികമായില്ല. ഓൾമോസ്റ്റ് 7 to 8 months ആകുന്നു. സക്സസ്ഫുള്ളി റണ്ണ് ചെയ്യുന്നുണ്ട് ഈ ബിസിനസ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇതൊരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ ലൈഫിൽ. ഒരു സൈഡ് ഹസൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ്സാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. താങ്ക് യു. Thank you. And finally, Chinju. Hi, hello, Sibi. Thank you so much for inviting me for this live. And ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പിനെസ് ആണ് എനിക്ക് ഈ ഒരു ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും വരുമ്പോൾ, ലൈവ് ആണെങ്കിലും മീറ്റിംഗ് ആണെങ്കിലും. കാരണം ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ് അങ്ങനെയാണ് നമുക്ക് എപ്പോഴും. അപ്പം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ചിഞ്ചു. ഞാനും കാനഡയിലാണ്. കാനഡയിൽ ഒണ്ടാരിയോ നയഗ്ര ഫോൾസിലാണ് ഞാനുള്ളത്. അപ്പം ഞാൻ കഴിഞ്ഞ 7 വർഷം, ഇപ്പം നെക്സ്റ്റ് ജൂലൈ വരുമ്പോഴത്തേക്കും 8 വർഷം ആവും ഞാനും കാനഡയിൽ വന്നിട്ട്. അപ്പം എനിക്ക് 3 കുട്ടികളുണ്ട്.
ചെറിയ കുട്ടികളാണ്. അതുപോലെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കസ്റ്റമർ സർവീസിലായിരുന്നു വർക്ക് ചെയ്തുവരുന്നത്. ഇപ്പം കറന്റ്ലി 3ാമത്തെ കുഞ്ഞായി. പിന്നെ ഇടയ്ക്ക് നമുക്ക് കുട്ടികളൊക്കെ നോക്കേണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വർക്ക് ചെയ്യും, ഇടയ്ക്ക് വർക്ക് ചെയ്യില്ല, വർക്ക് ഫ്രം ഹോം തന്നെ, അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ ഇങ്ങനെ സ്റ്റക്കായി എന്ത് ഏത് എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ മുന്നിൽ വന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പം തുടക്കത്തിൽ ഭയങ്കര വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഞാനിത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ സ്ലോലി ആ ഒരു റിസൾട്ട് ഓരോന്നിനും ചെറുതായിട്ട് കണ്ടുവരുന്നു. അപ്പം എന്താ പറയാ, ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇങ്ങനെ വന്ന് നമ്മളുടെ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ. അപ്പം അത്രേ ഉള്ളൂ അതിനെ കുറിച്ചിട്ട്. അപ്പം സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം you always have to learn about it. Like നമ്മൾ ലേൺ ചെയ്ത് നമ്മൾ അത് ബിൽഡ് ചെയ്യുന്നു. So it's this, and of course this is the same, you can't expect to join this business and start making money from next day. അത് അങ്ങനത്തെ ഒരു ഇത് ശരിക്കും ഏതൊരു ബിസിനസിനെ പോലെ തന്നെയാണ്. നമ്മളത് നമുക്കൊരു ഫോക്കസ് വേണം, നമുക്ക് ആ കമ്മിറ്റ്മെന്റ് വേണം ലേൺ ചെയ്യാനായിട്ട്. പിന്നെ അതിനെ ഗ്രോ ചെയ്യാനുള്ള പാഷൻ വേണം. നമ്മളെല്ലാവരും ഇപ്പം ഞാനാണെങ്കിൽ ഫുൾ ടൈം ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതേസമയം Chinju, Sonia and Preeti, they are full-time moms and they are busy with their children, and at the same time they are able to do this business. So that is the beauty of it. Like namukku engane full time aano, namukku working woman aano, adho nammal working endha paraya part time aano, adho we are full time mom, it doesn't matter, anyone can do it, and you can do it with the family around you. But how do you really know what this business is about, like before you actually jump into it and say, okay, I want to do it? So let's talk about the process. Appo ningal nammalde aardeelum website il ningal register cheyyumbothekkum first thing is you get a webinar to watch. So let's talk about the webinar. So Preeti, can you explain like bit more what this webinar tells you about? Like what information can someone get by watching this webinar, and how long is it? Yeah, of course, Sibi. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ നമ്മളിപ്പോൾ പേഴ്സണലി ബിസിനസ്സിൽ ഇരിക്കുന്നവരാകുമ്പോൾ നമുക്ക് നല്ലൊരു ക്ലാരിറ്റിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതേ സമയത്ത് ബിസിനസ്സിന്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മളൊക്കെ ആ ഒരു സ്റ്റേജിൽ നിന്നാണ് ഇതിന്റെ അകത്തോട്ട് വന്നത്, അല്ലേ? അപ്പൊ നമുക്കറിയാം, നമുക്കൊരു ബിസിനസ് കാണുമ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്നത്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേടാ, ഇത് എന്താണ് ഈ ബിസിനസ്, ഇത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരു ബിസിനസ് കാണുന്നുണ്ടല്ലോ, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്, ഇങ്ങനെയൊക്കെ ഒരു ടോക്ക് എൻ്റെ ലൈഫിലും ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു, ഇത് എന്താണ് ഈ ബിസിനസ്, ഒന്നും അറിയത്തില്ലല്ലോ, കുറേ നേഴ്സസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് സമയം എടുത്തു ഇതിൻ്റെ അകത്ത് വരണം, നോക്കണം. അത് ശരിക്കും അതൊരു നോർമലാണ്, കാരണം നമുക്ക് ആഗ്രഹമുണ്ട്, എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഒന്നും നമുക്കൊരിക്കലും എന്താ പറയുക ഒരു ക്ലാരിറ്റി തരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അകത്ത് വന്ന് മീൻസ് ബിസിനസിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പം അവരെന്നോട് പറയാറുണ്ട്, സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് റിയലി ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ഈ ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്, അല്ലെ ഡിജിറ്റൽ ബിസിനസ് ആണ്, വീട്ടിലിരുന്ന് ചെയ്യാം, മക്കളോടൊപ്പം ചെയ്യാന്നൊക്കെ ഉള്ളത്, ഇത്രയും കാര്യങ്ങളെ അറിയുന്നുള്ളൂ, കറക്റ്റാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ആ ബിസിനസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ഇൻഫോർമേഷൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ പറയും, അല്ലെ? രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ആ ബിസിനസ് ഒന്ന് കണ്ടു നോക്കുക. അതൊരു 20 മിനിറ്റ്സുള്ള നമുക്കൊരു വെബിനാർസ് ഉണ്ട്. നമ്മൾ ആ വെബിനാർ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്, ബിസിനസിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ അതിൽ പറയുന്നത്. അത് നമ്മൾ കണ്ടു നോക്കണം. അത് കണ്ടു നോക്കാതെ നമ്മുടേതായ ഒപ്പീനിയൻസും അല്ലെങ്കിൽ അസംഷനും ഒക്കെ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി എന്താണ് ആ ബിസിനസിന്റെ മോഡൽ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ വെബിനാർ ആണ് അതൊരു എന്താ പറയുക ഒരു കീ പോയിന്റ്, അല്ലെ കീ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ, ബിസിനസിന്റെ ഓപ്പൺ ചെയ്യാൻ. അപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാണ്, ഓക്കെ എനിക്ക് എന്നാൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളവർക്ക് മാത്രം കാണാൻ വെബിനാർ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. വെബിനാർ കാണുമ്പോൾ നമുക്കൊരു പാർഷ്യൽ ഇൻഫോർമേഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ടെസ്റ്റ് മണീസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഒരു ക്ലാരിറ്റി എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ആ ബിസിനസ്സിൽ എൻ്റർ ആകാനോ അല്ലെങ്കിൽ ആ ബിസിനസിന്റെ ബാക്കിയുള്ള നമുക്കറിയാം നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ
ടൂൾസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ എന്താ പറയാ ബിസിനസിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ചില ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയാ വെബിനാർസ് കണ്ടു കഴിയുമ്പോഴാണ് ചിലപ്പോൾ ഇവർക്ക് ഡൗട്ട്സ് വരാൻ തുടങ്ങും. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ പ്രീവിയസ് എക്സ്പീരിയൻസ് വേണോ ഈ ബിസിനസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഞാനൊരു ഫുൾ ടൈം ജോലിയായിട്ട് റൺ ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഞാൻ ടെൻഷനിലാണ് ജോലി ചെയ്യുന്നത്. ഇന്നലെ എന്നോട് ഒരാൾ സംസാരിച്ചാണ്, ഞാൻ ഓൾറെഡി പല ടെൻഷനിലാണ് ജോലിക്ക് പോകുന്നത്, അതിന്റെ കൂടെ ഇതൊരു ഈ എന്താ പറയാ ബിസിനസ് ഒരു എക്സ്ട്രാ ബർഡൻ ആയി പോകുമെന്നൊക്കെ. അപ്പൊ ഞാൻ അത് പറഞ്ഞു കൊടുത്ത് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന ഇൻഫോർമേഷൻ കൊണ്ടാണ് ഇതൊരു ബർഡൻ ആയിട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നഴ്സിംഗ് ഫീൽഡിൽ നിന്ന് ഞാനിപ്പോ ഈ ബിസിനസ്സിലോട്ട് വന്നപ്പോ എന്നോട് ചോദിക്കുവാണ് ഏതാണ് നമ്മൾക്ക് ഫീലിംഗ് ലൈറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ബിസിനസ് തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ആ വെബിനാറിൽ നിന്നാണ് നമുക്ക് ആ ബിസിനസിന്റെ ഒരു സ്റ്റാർട്ടിങ്, അതൊരു സ്റ്റാർട്ടപ്പ് ആണ്. നമ്മൾ അവിടുന്ന് സ്റ്റോപ്പ് ആയി പോകരുത്. ഓക്കെ, വെബിനാർ കണ്ടു, ഓക്കെ, പിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അത് അറിയാൻ നമ്മൾ ശ്രമിക്കണം. അറിയാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അല്ലാതെ എവിടെ വെച്ച് പകുതിക്ക് വെച്ച് നിർത്തിപ്പോയാൽ അത് അവരുടെ ലോസ് ആണെന്നേ നമുക്ക് പറയാനുള്ളൂ. കാരണം നമ്മള് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പകുതിക്ക് വെച്ച് ഓക്കെ രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പറയും ഓക്കെ ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റഡ് ഇല്ലാത്തതായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്, തീർച്ചയായിട്ടും ദേ വിൽ കം ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ് വിൽ ഗോ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ദ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. നമുക്ക് എന്താ പറയുക, നമുക്ക് മുന്നിൽ വരുന്ന ഓപ്ഷൻസ് എന്തിനാണ് ഇത് ചെയ്യുന്നത്, നമുക്കിത് എന്ത്, ചിലപ്പോൾ ഒരാള് ആരെങ്കിലും ക്യൂരിയോസിറ്റി കൊണ്ട് ചിലരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വെറുതെ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതുപോലും ചില ആൾക്കാർ അതിൽ നിന്ന് പോലും ബിസിനസ്സിൽ വരുന്നവരുണ്ട്. കാരണം അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം. ലൈക്ക് എന്താ പറയാ, നമ്മൾ ഡേ 1 നമുക്ക് എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നൊന്നും ഇല്ല. അപ്പം നമ്മൾ ക്ലാരിറ്റി എടുക്കുക, നമ്മളോട് ചോദിക്കുക, ഡൗട്ട്സുകൾ ചോദിക്കുക. അപ്പൊ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. നമ്മൾ കൊണ്ടുപോകുന്ന സ്റ്റെപ്സ് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതായിരിക്കും എനിക്ക് തോന്നുന്നു വെബിനാർസ് കണ്ട് മനസ്സിലാക്കുക. ആ വെബിനാറിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാനുള്ളൊരു ക്ലാരിറ്റി കിട്ടും. അതാണ്. താങ്ക് യു സോ മച്ച് പ്രീതി. സോ വെബിനാർ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രീഫ് ഓവർവ്യൂ കിട്ടും അല്ലെ, ഇത് എന്തുവാണ്, നമ്മളിത് കുറച്ച് ടെസ്റ്റിമണീസ് ഉണ്ട്, പീപ്പിൾ ഹൗ ദേ ഹാവ് സക്സീഡഡ് ബൈ ജോയിനിങ് ദിസ് ബിസിനസ്. ബട്ട് ഒബ്വിയസ്ലി ഈ വെബിനാർ കാണുമ്പോൾ നമുക്ക് ബിസിനസിന്റെ ബ്ലൂ പ്രിന്റ് അറിയാൻ പറ്റില്ല. സോ യു സ്റ്റിൽ ഹാവ് ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ആ നെക്സ്റ്റ് സ്റ്റെപ്പ് പോകുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും അടുത്തൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഇത് കുറച്ചും കൂടി ചോദിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ഇതുണ്ടല്ലോ ഇന്നത്തെ. അപ്പം നമ്മളിപ്പോ ഫേസ്ബുക്കിൽ നമുക്ക് മെസ്സഞ്ചർ വഴി കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫേസ്ബുക്കിൽ നമ്മളുടെ മിക്കവരുടെയും വാട്സാപ്പ് നമ്പർ ഉണ്ട്, അത് വെച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചാൽ എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടുമോ, അങ്ങനത്തെ അതിന്റെ സാധ്യത എത്രമാത്രം ഉണ്ട് സോണിയ? What do you want to tell to the viewers? യെസ്, പ്രീതി പറഞ്ഞ പോലെ വെബിനാർ എന്ന് പറയുന്നത് നമ്മളൊരു ബേസ്, നമ്മൾ എന്താണ് ആദ്യം ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ആഡ് കണ്ടിട്ട് ഓക്കെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കാം എന്ന് വിചാരിച്ചിട്ട് വരുന്നവർക്ക് ആദ്യം കിട്ടുന്ന ഒരു സംഭവമാണ് വീഡിയോ ആയിട്ടും വെബിനാർ ആയിട്ടും. അപ്പൊ അവിടുന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, ചിലവർക്ക് അത് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലവർക്ക് അത് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇറ്റ്സ് അപ് ടു യു. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഓരോ സ്റ്റേജും ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് പോയി പ്രോപ്പർ ആയിട്ടുള്ളവർ മാത്രമേ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് ഏതൊരു കാര്യമാണെങ്കിലും അത് നിങ്ങൾക്കും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം, പ്രോപ്പർ അതിനോടുള്ള ഒരു ഇഷ്ടം വേണം, അതിനോടുള്ള ഒരു ആവശ്യം വേണം. റൈറ്റ്. സോ ആ ഒരു വെബിനാർ കണ്ടു കഴിഞ്ഞിട്ടാകുമ്പോഴും നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും, ഇതെനിക്ക് വേണോ വേണ്ടിയോ, എന്റെ ലൈഫിന് അത് ഓക്കെ ആയിരിക്കുമോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നത്. ഡൗട്ട്സ് ഇല്ലാത്തവർ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണമാണ്, അതിന്റെ ആവശ്യമില്ല. സോ ഡൗട്ട്സ് വരുന്നത് എപ്പോഴാണ്, അതിനോടൊരു ചെറിയൊരു ഇഷ്ടം ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ആ സമയത്ത് ഓക്കെ, എന്നാൽ ആ 149 കൊടുക്കുകയും വേണ്ട, എന്നാൽ ഫ്രീ ആയിട്ട് അറിയും വേണം. മറ്റേതും ഫ്രീ തന്നെയാണ് ഓഫ് കോഴ്സ്. പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി അവിടെ ഒരു സെറ്റ് ആയിരിക്കും, പൈസ കൊടുക്കണമല്ലോ, റീഫണ്ടബിൾ ആണെങ്കിലും പൈസ കൊടുക്കണമല്ലോ, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ
അങ്ങനെ അതിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതും. അതിന്റെ കൂടെ നമ്മൾ ആർക്കാണോ ഇൻട്രസ്റ്റ് ഉള്ളത്, വി ആർ ഓപ്പൺ ഫോർ എ കോൾ. നിങ്ങൾക്ക് വിളിക്കാം, നമ്മൾ നമ്പർ തന്നിട്ടുണ്ട്, നമ്മൾക്ക് ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, എവിടെ നോക്കിയാലും ഞങ്ങളുണ്ട്. സോ നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് സോഴ്സ് വേണമെങ്കിലും എടുക്കാം. വാട്സാപ്പ് ഉണ്ട്. അപ്പം നിങ്ങളാണ് ആ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. നിങ്ങൾ വന്നിട്ട് ചോദിക്കുക, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ, എനിക്ക് അറിയണം എന്നുണ്ട്. യെസ്, ഓഫ് കോഴ്സ്, വി ആർ ഹിയർ ഫോർ ദാറ്റ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നതിന് ആൻസർ തരാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാനായിട്ടും. അത് നിങ്ങൾക്ക് നേരിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, എല്ലാവർക്കും നമ്മളിങ്ങനെ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ ഇത് നിങ്ങൾ ഇനി റെക്കോർഡഡ് ആണോ, എന്നാലും നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോഴുള്ള സ്കെപ്റ്റിസിസം കാരണം തന്നെ ആൾക്കാർക്ക് എപ്പോഴും ഒരു സംശയമായിരിക്കും. അത് മാറ്റാനാണ് നമ്മളിങ്ങനെ ലൈവായിട്ട് വരുന്നതും അതിന്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ മുഖാമുഖം സംസാരിക്കുന്നതും ഫോണിലെ കൂടെ സംസാരിക്കുന്നതും. അതുമല്ലാതെ ഞാൻ സൂമില് ഞാൻ ഓക്കെ ആണ് സംസാരിക്കാൻ, നമ്മൾ എല്ലാവരും ഓക്കെ ആയിരിക്കും. ഓക്കെ, അതിന് മുമ്പേ നമുക്കൊന്ന് സൂമിൽ ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചാൽ നേരിട്ട് കാണുകയാണ്, നിങ്ങൾ നേരിട്ട് സംസാരിക്കുകയാണ്. സോ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നേരിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്റെ ഡൗട്ട്സ് ഉള്ളത്. ബി ഓപ്പൺ. കുറെ പേര് വന്ന് എന്നോട് സംസാരിക്കാറുണ്ട്, പക്ഷെ ഒന്നും ചിലപ്പോൾ ചോദിക്കാനുണ്ടാവില്ല. അവർക്ക് അപ്പോഴും ഡൗട്ട്സ് ആയിരിക്കും. ചോദിച്ചാൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. നമുക്ക് നിങ്ങളുടെ മൈൻഡിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? സോ കീപ് ഓൺ ആസ്കിങ്. എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക, എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുത്താൽ മതി. ആരും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ കടന്നു വന്നതല്ലേ. അപ്പൊ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ എന്താണ് പേടി എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അത് മാറ്റി തരാൻ നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന് പേടിക്കല്ല വേണ്ടേ, ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അത് അറിയണമെന്നുണ്ടെങ്കിൽ അതെന്താന്ന് മനസ്സിലാക്കൂ. നിങ്ങളൊക്കെ ഇങ്ങനെ തോരാതെ സംസാരിക്കുന്നുണ്ട്, ഓക്കെ, എന്താണ് ഇതിന്റെ പിന്നിൽ, അത് അറിയാൻ ശ്രമിക്കൂ. സോ അത് ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കൂ. അതിനുവേണ്ടി നമ്മളെല്ലാം റെഡിയാണ്. ഇനി റെഡി ആവേണ്ടത് നിങ്ങൾ മാത്രമാണ്. സോ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞങ്ങൾ ഓൾവേസ് റെഡി. സോ അതാണ് പറയാനുള്ളത്. ചോദിക്കുക, ഞങ്ങൾ പറഞ്ഞു തരും. യെസ്. അതുപോലെ തന്നെ നമ്മള് ഗൈഡും ചെയ്യും അല്ലേ. നമ്മൾ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, വി ക്യാൻ ഗൈഡ് യു. ആൻഡ് ഓൾസോ that next step is important. So like as a nurse, I have the nursing background, but not very much business background, business strategies. അതൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ചിലപ്പോൾ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വരും. So അതിനാണ് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് is very very important, so that you yourself can look through the blueprint. But what is the next step? So Chinju, do you want to outline, like, okay, they have watched the webinar, they have asked us some questions, നമ്മളുടെ കൂടെ ഫോണിൽ കൂടെ സംസാരിച്ചു, കുറച്ച് ക്ലാരിറ്റി കിട്ടി, എന്നാലും ബിസിനസിനെ കുറിച്ച് ഫുൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, സ്ട്രാറ്റജീസ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അത് എന്താണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഓക്കെ, അത് എല്ലാവർക്കും ഉള്ള ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ സ്റ്റാർട്ടിങ് തന്നെ റിലേറ്റ് ചെയ്ത് ഞാൻ പറയാം. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇതിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു വെബിനാറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, നമുക്ക് ഇതിലേക്ക് ഇന്നാവാനുള്ള ഒരു ഫീസ്. അത് അടയ്ക്കേണ്ട സമയം സത്യം പറഞ്ഞാൽ ഞാൻ അതിന്റെ റീഫണ്ടബിൾ എന്നോ ഒന്നും ആലോചിച്ചില്ല. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു കച്ചിത്തുരുമ്പായിരുന്നു, എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ അത് പോവോ അല്ലെങ്കിൽ അതൊന്നും ആലോചിച്ചില്ല. പക്ഷെ ആ സമയത്ത് ആ കാശ് ചോദിക്കണമെങ്കിൽ എൻ്റെ ഇല്ല, ഹസ്ബൻഡിനോട് തന്നെ ചോദിക്കണം. അപ്പം ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് ആദ്യം പറഞ്ഞത്, നിനക്ക് വല്ല പ്രാന്തുണ്ടോ ഓൺലൈനിൽ കൊണ്ട് കാശ് കളയാൻ? ഈവൻ $150 ആണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് അത് വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിനക്ക് ഇതൊന്നും പോരാഞ്ഞിട്ടാണോ ഇനി അടുത്തത് എന്നുള്ള. അപ്പം പക്ഷെ ഞാൻ പറഞ്ഞു, എന്നെ വിശ്വാസമില്ലേ, നമുക്കിത് ചെയ്ത് നോക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മലയാളീസിന് ഒത്തിരി നമ്മൾ കാണുന്നുണ്ട് ഇതില്. അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ ഒന്നും നോക്കാതെയാണ് ഞാൻ ആ ഒരു ഇത് ജോയിൻ ചെയ്തത്. കാരണം ഇപ്പം എനിക്ക് ഇതിൽ വന്നതിന് ശേഷം മനസ്സിലായത്, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ പേയ്മെന്റ് അടയ്ക്കാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ എന്താ കുഴപ്പമെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ബിസിനസിന്റെ ഫുൾ, അതായത് ഈ 149 പേ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടണേന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നമുക്ക് ഇതൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണെന്ന് എല്ലാവരും പറയും എപ്പോഴും. അതായത് എല്ലാം കൂടെ ഒരു ഡൺ ഫോർ യു ഫണൽ സിസ്റ്റം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ഒരു വെബ്സൈറ്റ് നമ്മൾക്ക് ഈസി ആയിട്ട്
വീഡിയോ ബേസ്ഡ് ട്രെയിനിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഡൺ ഫോർ യു ഫണൽ സിസ്റ്റം, അതുപോലെ തന്നെ ഒരു ഇത്രയും 4-5 ലക്ഷം എത്രയധികം ആൾക്കാർ ഗ്ലോബൽ വൈഡ് ആയിട്ടുള്ള ആളുകളുള്ള ഒരു കമ്മ്യൂണിറ്റി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, പിന്നെ 101 കോച്ചിങ്ങും മെന്റർഷിപ്പും, പിന്നെ ആ ഒരു ട്രെയിനിങ്ങിൽ ഈ ഒരു 149 ചെയ്ത് കഴിയുമ്പോൾ ആ ട്രെയിനിങ് സൈറ്റിന്റെ ഫസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുമ്പം ഫുൾ ബിസിനസിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് അതിൽ ഓപ്പൺ ആവുന്നത്. അതായത് ആ ഒരു 90 മിനിറ്റ്സ് വീഡിയോസിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ ബിസിനസ്സിൽ നടക്കണേന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ എത്ര സമയം ഇരുന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. നമ്മളെല്ലാവരും ഫാമിലിയും അതേപോലെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏത് നേരം ഈ ഫുൾ ബിസിനസിനെ കുറിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫോണിൽ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ ഇതേപോലെ എല്ലാവരെയും ഡീൽ ചെയ്യണം. അപ്പം നമുക്കും ഉണ്ട് ഫാമിലി, നമ്മളും അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും വേർത്തുള്ള ഒരു സാധനം വെറുതെ എവിടെ ചെന്നാലും, ഇപ്പം ചെറിയൊരു സാധനം നമ്മൾ കടയിൽ നമുക്ക് ആവശ്യമുള്ള സാധനം മേടിക്കണമെങ്കിൽ നമുക്ക് കാശ് കൊടുക്കണം. ഒരു പുതിയ ഫോൺ മേടിക്കാൻ ആർക്കും മടിയില്ല. പുതിയ ഐഫോൺ ഇറങ്ങുമ്പം മാറ്റി മേടിക്കാൻ ആർക്കും ഒരു കുഴപ്പമില്ല. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതേപോലെ ചുമ്മാ ഫോണിൽ സ്ക്രോൾ ചെയ്ത് കളയാനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും വരുമ്പം പിന്നെ ഡൗട്ടുകളായി, അപ്പം കാശില്ല, അങ്ങനെ പ്രശ്നങ്ങൾ. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കൂല. ഞങ്ങളെ പോലെ തന്നെ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറായി. അത് ആ കാശ് പോവില്ലേ എന്നൊന്നും ചിന്തിച്ചില്ല. നമ്മളെ സംബന്ധിച്ച് അതൊരു എന്താ പറയാ ഒരു വേ ആയിരുന്നു. നമുക്ക് അടുത്ത ഒരു എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു റൈറ്റ് ഡിസിഷൻ ആണ് നമ്മൾ അവിടെ എടുക്കണേ. അപ്പം അതിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എന്താണ് അതിന്റെ കമ്മീഷൻ പ്ലാൻസ്, എന്തൊക്കെ പ്രോഡക്ട്സ്, ഹൈ ടിക്കറ്റ് പ്രോഡക്ട്സ് എന്ന് ഇവിടെ വന്നിരുന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ് എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി ആണ് ഈ പേയ്മെന്റ് അടച്ചു കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു 30 ദിവസത്തെ ടൈം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മാറ്റി മറിച്ച് ഈ വീഡിയോസ് കാണാം, എഴുതി വെക്കാം, അടുത്ത ഡൗട്ടുകൾ ചോദിക്കാം. അത്രയും സമയം നിങ്ങൾക്കുണ്ട്. ഈ സമയമൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് ഇത് പറ്റണില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെയാണ് അതിലും വലിയൊരു ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് ആ കാശ് മേടിച്ച് തിരിച്ചു പോകാം. ആരും നിർബന്ധിക്കുന്നില്ല. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്ത് നിങ്ങൾ ഇത് ചെയ്യണോന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കയറ്റുന്നില്ല. അപ്പൊ അവിടെ തന്നെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടല്ലോ. പിന്നെ ഇത് ഈ ഒരു 149 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000-2000 കളയാൻ മടിയില്ലാത്തവർക്ക് ഈ 149 അത്ര വലിയൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ക്ലിയർ കട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു ബോധ്യമുള്ള ഒരാള് ആ ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറാവും. കാരണം ഇതെന്താന്ന് അറിയാതെ പുറമേ ഇരുന്നിട്ട് നമുക്ക് എന്തും പറയാം. എന്താണെന്ന് അറിഞ്ഞ് നമ്മൾക്കത് പറ്റില്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പം അവിടെ ഒരു എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയുന്ന 149 പേ ചെയ്യുക, ഈ സംഭവങ്ങളൊക്കെ കാണുക, എന്താന്ന് അറിയുക, ഡൗട്ടുകൾ ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഒരു ഇമെയിലിന്റെ ടൈമേ ഉള്ളൂ, നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അതല്ല നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ ഇത് ഇൻട്രസ്റ്റഡ് ആണ്, മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഞങ്ങൾ ഓരോരുത്തരും നമ്മുടെ കൂടെ ഉണ്ട്. ഒരു മെന്റർ ഉണ്ടാവും. ഇതിൽ ആരുടെ അടുത്താണ് നിങ്ങൾ വരുന്നത് അവർക്ക് മെന്റർ ഉണ്ടാവും. അതോടൊപ്പം തന്നെ കോച്ച് ഉണ്ടാവും. നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ട്രെയിനിങ് സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാനൊന്നും ആ ഒരു ഫീൽഡിൽ നിന്നേ വന്ന ആളല്ല. അപ്പോൾ ഈ ട്രെയിനിങ് സൈറ്റ് ഓപ്പൺ ആയി കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോ ട്രെയിനിങ്ങും കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും എത്ര ഈസി ആയിട്ടാണ് അവർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂറത്തെ ക്ലാസ് ഒന്നല്ല, 2-3 മിനിറ്റ്സിൽ വരുന്ന ചെറിയ വീഡിയോസ് ആക്കിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് ഇതിലുള്ളത്. അപ്പം എല്ലാം ഈ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്ന ആൾക്ക് ഞാൻ എന്റെ എക്സാമ്പിൾ പറയും. ഒന്നും അറിയാത്തതെന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്നെ പോലെയുള്ള എല്ലാവരും ഉണ്ടാവാം. അപ്പം ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഈ സ്റ്റോറി ഷെയർ ചെയ്യുന്നതിന്റെ ഒരു കാരണം നമ്മളെ പോലെയുള്ള ഒത്തിരി അമ്മമാരൊക്കെ ഇതേപോലെ സ്റ്റക്ക് ആയിരിക്കണം. അവർക്കൊക്കെ ഒരു എന്താ പറയാ ഒരു ചേഞ്ച് നമുക്ക് കാണിച്ചു കൊടുക്കണം, ഇൻസ്പയർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ വന്നിങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പം എന്താ പറയാ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വേണം, ഒരു പുതിയൊരു ഇത് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കണം നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാവുക. ബാക്കി ഫുൾ ഹെൽപ്പിന് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഫുൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചിഞ്ചു. യു സെഡ് സച്ച് എ പവർഫുൾ തിങ്. നമ്മളെ ഇത് എന്തുകൊണ്ടാണ് ലൈവ് ചെയ്യുന്നത്? ബിക്കോസ് വി ഡോണ്ട് വാണ്ട് പീപ്പിൾ ഹു ആർ സ്റ്റക്ക് ഇൻ ദ ലൈഫ് റിമെയിൻ സ്റ്റക്ക്. നമുക്കൊരു എന്താ പറയാ ഒരു
the opportunity കിട്ടിയത്, we want to share it with everyone, and we want other people also to have that opportunity to get out of that feeling stuck. Like നമുക്ക് ഇപ്പം ചിഞ്ചു, you got 3 young kids, okay, and you are still able to build something for them and for yourself at the same time. So that is what the beauty is. അത് നമ്മൾ full type. ഞാൻ 22 years I'm working as a nurse here, and last year when my mom got unwell, I couldn't go and look after her despite being a nurse, because you have to choose. ഞാൻ ട്രാവൽ ചെയ്ത് പോയി മമ്മിയെ നോക്കൂ, അതോ ഞാൻ ഇവിടെ വർക്ക് ചെയ്ത് ഡു ഐ earn the money to pay off her bills. That choice നമുക്ക് ചെയ്യാൻ അങ്ങനെ ഒരു അവസ്ഥ വരരുത്. You have to have the freedom to go, okay, if my mom needs me, I can go. That freedom I wanted. So that's why I joined this business. So there are different reasons for each one of us. So what we all have to say is, the best understanding comes from trying, not just watching. So don't sit on the fence. If you have watched our ads, if you have seen our posts, and if you think it want to know a bit more, then yes, please reach out. Webinar കാണുക, നമ്മളെടുത്ത് സംസാരിക്കുക. എന്നിട്ട് most important is the next step എടുത്തിട്ട് ഈ ബിസിനസിന്റെ ബ്ലൂ പ്രിന്റ് കാണുക by paying the refundable 149. So once you watch the blueprint, then you can decide, okay, this is for me or this is not for me. So do your due diligence and then take an informed decision. So that is the main message that we want to convey through this live discussion. And is there anything else that either any of you want to add, Sonia, Preeti, or Chinju? I think എല്ലാം കവർ ചെയ്തു എന്ന്. ഇനി പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പോലെ നമ്മൾ ഈ ഒരു വെഞ്ചർ ഈസ് റിയലി ഗുഡ്, നമ്മൾക്ക് അത് നല്ലതാണ് തരുന്നത് എന്ന് ഉള്ള ഒരു കോൺഫിഡൻസ് കാരണമാണ് നിങ്ങളോട് കൂടി ഇത്രയും കോൺഫിഡൻ്റ്ലി പറയുന്നത്. സോ നിങ്ങൾക്കത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആര് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്, എന്നാൽ മാത്രമേ കാര്യങ്ങൾ അറിയുള്ളൂ. I need to add one more point. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കരിയറുമായിട്ടും ബാലൻസ് ചെയ്യാൻ, നമ്മുടെ ഫാമിലി ലൈഫും കരിയറുമായിട്ട് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് എടുത്ത് നോക്കുക. അത് നമ്മുടെ ആവശ്യമാണെന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. കാരണം ഞാനൊരിപ്പം നഴ്സ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾക്കറിയാമല്ല ബേൺ ഔട്ട് അല്ലെ, നമ്മൾ പല ആൾക്കാരിലും ഒരു ഡിഫിക്കൽട്ടി. എൻ്റെ ഒരു ലൈഫിൽ ഒരു സ്റ്റോറി എന്ന് പറയുന്ന പോലെ, ഞാനിങ്ങനെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്ന ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ ഇവിടെ കാനഡയിൽ വന്നപ്പോൾ PSW ആയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ ഈ നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് വന്ന് മോർണിംഗ് ഷിഫ്റ്റ് ചെയ്ത ഒരു സമയമുണ്ട്, അതൊക്കെ നിർത്തി നൈറ്റ് മാത്രമായി. ഓക്കെ, ഞാൻ ഓർത്തൊക്കെ നൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിള്ളേരെ നോക്കാമെന്ന്. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കരിയർ ബാലൻസ് ഒന്നും അവിടെ നടക്കുന്നില്ല. കാരണം ഹസ്ബൻഡ് അങ്ങ് ജോലിക്ക് പോകും, നൈറ്റ് കഴിഞ്ഞ് വന്നാലും പിള്ളേർ വീട്ടിലുണ്ടാവും. നമ്മൾക്ക് എന്തെങ്കിലും പിള്ളേർ ചോദിക്കുക എന്താ, നമുക്ക് ഭയങ്കര വിഷമം തോന്നും അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്, നമുക്ക് എന്താ പറ്റുന്നത്, നമ്മളങ്ങ് ടയർഡായി ബുദ്ധിമുട്ടുകളൊക്കെ പോകും. ഇങ്ങനെ സാഹചര്യത്തിലുള്ള ഒത്തിരി പേരൻസ് ഇതിൻ്റെ അകത്തുണ്ട് അല്ലേ. പക്ഷെ ഇവർക്കൊക്കെ എന്താ പറയുക, നമ്മളെല്ലാം ഇങ്ങനെ പുറത്തു നിന്ന് കാണുന്നുണ്ട്, ഹേ ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹേ ഇറ്റ്സ് ഗോയിങ് ഓൺ വെരി നൈസ്, എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതാണ്, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. $149 എന്ന് പറഞ്ഞു നമ്മൾ, അതൊരു റീഫണ്ടബിൾ മണിയാണ്. നിങ്ങൾക്ക് ബിസിനസ് വേണമെങ്കിൽ റൈറ്റ് അവേ യുവർ മണി വിൽ ഗെറ്റ് ബാക്ക്. സോ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി എടുക്കാൻ പറ്റും. ബാലൻസ് ഫ്രം വർക്ക്, കരിയർ പ്ലസ് യുവർ ഫാമിലി ലൈഫിനെ ബെസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നവരാണോ എന്ന് നോക്കുക, അതാണ് നമ്മൾ അറിയേണ്ടത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കുക. നമ്മൾ എപ്പോഴും ബേൺ ഔട്ട് ആകാതെ ലൈഫിൽ ഒരു ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഗോ ഫോർ എ സ്റ്റെപ്പ്. ദാറ്റ്സ് ദ തിങ് ഐ ഹാവ് ടു സേ. Thank you so much, Preeti, and thank you everyone. So I hope that gives you some clarity. And yes, please feel free to reach out. Get curious. That's what we want you to do. Ask questions and take one small step at a time. Any tiny step can change the whole life. So yes, we are ready for you. So just feel free to get in touch, and bye-bye for now. Thank you. Bye, everyone. Bye. Bye. Bye-bye.